നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനും അവരോട് സഹഭാവം ഉണ്ടാക്കുന്നതിനും ഭിന്നശേഷി വിഭാഗം തന്നെ വിഭാവനം ചെയ്ത എടക്കുളം പാലിയേറ്റീവ് കെയർ സെന്റർ തിരുനാവായ ബഡ് സ്കൂളിലെയും ആദവനാട് പേർലെസ് സ്പെഷ്യൽ സ്പോർട്സ് അക്കാദമിയിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കൂടിയിരുത്തം എന്ന പരിപാടിയിലൂടെ വിസ്മയം തീർത്തു. കൊൽക്കത്തയിലെ ആർജിക്കാർ ആശുപത്രിയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരിക, കുറ്റക്കാരെ ശിക്ഷിക്കുക, സിനിമാ മേഖലയിലെ സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകാതിരിക്കാൻ ജാഗ്രതയോടെ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൗൺസിൽ തിരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീതി വേണം എന്ന പേരിൽ തിരൂർ സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. KSTA സംസ്ഥാന അക്കാദമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ടിങ്കിൾ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തിരൂർ ഉപജില്ലയിലെ GLPS BP അങ്ങാടിയിൽ വെച്ച് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ശുചിത്വ അംബാസഡർമാരാക്കിക്കൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അശരണർക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങായി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KT റബിയുള്ള 300-ലേറെ പേരുടെ ജീവൻ അപഹരിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി മൊത്തം 1 കോടി രൂപയുടെ സഹായമാണ് ഡോക്ടർ KT റബിയുള്ള നൽകിയത്. വയനാടിന് കൈത്താങ്ങാക്കാൻ സുമനസ്സുകളുടെ കാരുണ്യത്തൊട്ടുകൾ തേടി തിരൂരിൽ സ്വകാര്യ ബസ്സുകൾ ഓടിത്തുടങ്ങി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 50-ലേറെ ബസ്സുകളാണ് കാരുണ്യ സർവീസ് നടത്തുന്നത്. തിരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പവിത്രം സാംസ്കാരിക കൂട്ടായ്മ 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച ആലത്തിയൂർ KHMSS സ്കൂളിൽ സൗജന്യ ആയുർവേദ ക്യാമ്പും സെമിനാറും മരുന്ന് വിതരണവും നടത്തും. സ്കൂൾ മാനേജർ ഡോക്ടർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. തിരുനാവായ കൊടക്കൽ റോഡിലെ ചീനിമരം അപകടത്തിൽ നിരവധി തവണ പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കേരളത്തിന്റെ കടലിലെ മത്സ്യസമ്പത്തും പരിസ്ഥിതിയും നശിപ്പിക്കുന്ന നിരോധിത മത്സ്യബന്ധനം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അനുകൂലമായ നടപടിയില്ലാത്ത പക്ഷം ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ട UDID കാർഡ് വിതരണത്തിലുണ്ടായിട്ടുള്ള മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുമെന്നും അർഹരായ അപേക്ഷകർക്കെല്ലാം ID കാർഡ് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുമെന്നും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രഖ്യാപന സമ്മേളനം ഓഗസ്റ്റ് 25 തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ വെച്ച് നടക്കും. വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന പ്രസിഡന്റ് അർഷദ് അൽ ഹിഖമി താനൂർ അധ്യക്ഷത വഹിക്കും. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.